ഹലോ നമസ്കാരം. JSK എന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഈ സിനിമയിലെ ജാനകി എന്ന കഥാപാത്രം അത് ഹിന്ദു പുരാണത്തിലെ സീതാദേവിയുടെ പേരാണ് എന്നും ആ പേര് ഈ സിനിമയിൽ 90-ലധികം തവണ ആവർത്തിക്കുന്നുണ്ട് എന്നും ഈ ടൈറ്റില് മറ്റു വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് CBFC അല്ലെങ്കിൽ സെൻസർ ബോർഡ് പറയുന്നത്. എന്തൊരു നാണക്കേടാണെന്ന് ആലോചിച്ച് നോക്കണം. ഈ നാട്ടില് ഒരു കലാസൃഷ്ടി ഇറക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിവാദങ്ങളെ പേടിച്ച് സെൻസർ ബോർഡ് ആ ഒരു കലാസൃഷ്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കലാരംഗം അല്ലെങ്കിൽ നമ്മുടെ സിനിമാ വ്യവസായ മേഖല എത്രത്തോളം അധപതിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. 30 കോടി ദേവതകളുള്ള ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിനനുസരിച്ചിട്ട് ഒരു സിനിമയിലെ കഥാപാത്രങ്ങളുടെ പേര് നിർണ്ണയിക്കാനാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ പോലും ഒരു സിനിമ എടുക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്, അസംഭവ്യമായിട്ടുള്ള കാര്യമാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻസർ ബോർഡിന് ഇത്തരത്തിലുള്ള തീരുമാനം എടുക്കാനായിട്ട് വഴിവെച്ചത് JSK എന്ന് പറയുന്ന സിനിമ മാത്രമല്ല, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുണ്ടാക്കിയ വിവാദം. ഓരോ സിനിമയും സമീപിക്കുമ്പോൾ സെൻസർ ബോർഡ് പലതരത്തിൽ സ്വാധീനിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് JSK എന്ന് പറയുന്ന സിനിമ. സുരേഷ് ഗോപി ഒരു BJP MP ആണ്, അതിലുപരി ഒരു കേന്ദ്ര സഹമന്ത്രിയാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് പോലും സെൻസർ ബോർഡ് ഇതുപോലെ കത്തിവെക്കുന്നുണ്ട് എങ്കിൽ നാളെ മറ്റ് സിനിമകളുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് മാത്രമേ ഉള്ളൂ. ജൂൺ 27 അതായത് ഇന്ന് റിലീസ് ആവേണ്ടിയിരുന്ന സിനിമയായിരുന്നു. ഇതുകൊണ്ട് മാത്രം ഇതിന്റെ നിർമ്മാതാക്കളായിട്ടുള്ള കോസ്മോസ് എന്റർടൈൻമെന്റ്സിന് ഏകദേശം 80 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അതിലുപരി സെൻസർ ബോർഡ് ഔദ്യോഗികമായിട്ട് നിർമ്മാതാക്കളെ ഈ പേര് മാറ്റണം, ഇതാണ് കാരണം എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതും നമ്മളിവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. ജൂൺ 12 സെൻസർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെൻസർ ബോർഡിന് മുന്നിൽ ഈ സിനിമ അവതരിപ്പിച്ചത്. അതിനുശേഷം എക്സാമിംഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ റിവൈസിംഗ് കമ്മിറ്റിയും ഇത് തള്ളുകയാണ് ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് നിർമ്മാതാക്കളെ ഈ വിവരം നേരിട്ട് അറിയിച്ചില്ല എന്നുള്ളതും ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമായിട്ട് കണക്കാക്കുന്നു. ഫെഫ്ക ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇപ്പോൾ ചോദിക്കുന്നത്, ജാനകി എന്നത് ഒരു സാധാരണ പേരല്ലേ, അതിനെ ആ രീതിയിൽ മാത്രം സമീപിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, എന്തിനാണ് ഇത്രയും അധികം ഈ കാര്യങ്ങൾ വിവാദമാക്കുന്നതെന്നാണ്. അല്ല, ആ പറയുന്നതിൽ ഒരു സത്യമുണ്ട് കേട്ടോ. ചിലർ പറയുന്നത് ഇത് സെൻസർ ബോർഡല്ല സംസ്കാര ബോർഡാണെന്നാണ്. അല്ല, സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണല്ലോ. അവർ ചോദിക്കുന്നതിൽ സത്യമില്ലാതെയുമില്ല. ശരിയാണ്, വേണമെങ്കിൽ ഒരു ന്യായവാദത്തിനായിട്ട് പറയാം, സിനിമാറ്റോഗ്രാഫ് ആക്ട് പ്രകാരം സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ബോർഡ് രൂപീകരിച്ചതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് സിനിമകൾ മതവികാരങ്ങൾ അല്ലെങ്കിൽ സാംസ്കാരിക മൂല്യങ്ങൾ തകർക്കപ്പെടാതിരിക്കാനായിട്ടുള്ള ചുമതല അവർക്കുണ്ട് എന്നുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ കോണ്ടെക്സ്റ്റിൽ ഈ സിനിമയിൽ എവിടെയാണ് സാംസ്കാരിക മൂല്യങ്ങൾ തകർക്കപ്പെടുന്നത്, എവിടെയാണ് മതവികാരങ്ങൾ വ്രണപ്പെടുന്നത്? ജാനകി എന്ന് പറയുന്ന പേര് മാത്രമേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. അതല്ലാതെ ഒരു മതത്തെയോ ഒരു സമൂഹത്തെയോ അപമാനിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അവരെ മുറിവേൽപ്പിക്കാൻ വേണ്ടിയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇന്നത്തെ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ സാമൂഹ്യ വിഷയങ്ങളിൽ ഒന്നിനെ ഉയർത്തിക്കാട്ടുന്ന ഒരു സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോഴേക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നല്ലൊരു ഉദ്ദേശപ്രകാരം രൂപീകരിച്ച ഒരു ബോർഡ് അല്ലെങ്കിൽ ആ ബോർഡിലെ ചില പുഴുക്കുത്തുകൾ, ചില അംഗങ്ങൾ കാണിക്കുന്ന ഇത്തരത്തിലുള്ള തരികിട വേല അല്ലെങ്കിൽ തറ പരിപാടി സിനിമയെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ തരത്തിലാണ് സെൻസർ ബോർഡിന്റെ പോക്ക് എങ്കിൽ ഇത് ഒരുപാട് കലാകാരന്മാരെയും ഈ വ്യവസായ മേഖലയെ തന്നെ ബാധിക്കും എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു കല തന്നെ നശിച്ച് നാറാണക്കല്ലെടുക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ബഹുമാനപ്പെട്ട കോടതി തന്നെ കണ്ടെത്തട്ടെ. മറ്റ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.